ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ന്യൂ ബിഗിനിങ് ആണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് തരുന്ന മെസ്സേജ്. അതായത് പുതിയ തുടക്കങ്ങൾ നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പാസ്റ്റിലുള്ള എല്ലാ പാറ്റേൺസും ബ്രേക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഇമോഷണൽ പരമായിട്ടുള്ളതായിരുന്നാലും ശരി തന്നെ, നിങ്ങളെ തളർത്തുന്ന തരത്തിലുള്ള എന്ത് കാര്യമായിരുന്നാലും അതിനെല്ലാം ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മനസ്സിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ട് വരുന്ന, അതായത് ദേഷ്യം, പക, അസൂയ, പേടി, അങ്ങനെയുള്ള എല്ലാ ഇമോഷൻസും നിങ്ങളിൽ നിന്ന് അകറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതിൽ നിങ്ങൾ വിശ്വാസം, ആത്മധൈര്യം, അതുപോലെ സ്നേഹം, സഹാനുഭൂതി, മറ്റുള്ളവരുടെ അടുത്തുള്ള സഹാനുഭൂതി ഒക്കെ നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളുടെ എനർജി ലെവല് ഹൈ ലെവലാക്കി മാറ്റുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. നിങ്ങൾ മാറ്റങ്ങളെ ധൈര്യത്തോടെയും അതുപോലെ തന്നെ വിശ്വാസത്തോടെയും സ്വീകരിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. ഈ ഒരു മാറ്റം നിങ്ങളുടെ സ്പിരിച്വൽ ലെവലിലും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും ഒരു ആകമാനം, ഒരു മാറ്റം തന്നെ കൊണ്ടുവരുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. അപ്പോൾ ആ മാറ്റത്തിനെ നിങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഹൃദയം തുറന്നു തന്നെ തയ്യാറാവുക എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഹീൽ ചെയ്തും അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങളെ നിങ്ങൾ വരവേൽക്കുകയും ചെയ്യുക. സന്തോഷത്തോടു കൂടെ തന്നെ നിങ്ങളതിനെ വരവേൽക്കുകയും ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. ഇവിടെ ഹീലിംഗ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഹീലിംഗ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം ഒരു പേപ്പറിൽ എഴുതി യൂണിവേഴ്സിന് ഒരു ലെറ്ററായിട്ട് സമർപ്പിക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളെ എല്ലാ ഇമോഷൻസും അതിൽ കൊണ്ടുവന്ന് അത് നിങ്ങൾക്ക് കത്തിച്ച് കളയാം. യൂണിവേഴ്സിന് തന്നെ അത് സമർപ്പിച്ച് പിന്നെ നിങ്ങൾ ആ ഇമോഷനും കൊണ്ട് നടക്കാൻ പാടില്ല. അതൊരു ഹീലിംഗ് മെത്തേഡാണ്. പിന്നെ അല്ലാതെ കോഡ് കട്ടിങ്, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. റേക്കി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ്, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ യൂണിവേഴ്സിന് ഓപ്പനോ പ്രാക്ടീസ് ചെയ്യാം. 108 തവണ ചെയ്യാം. ഓപ്പനോ എന്ന് പറയുന്നത് ഐ ആം സോറി യൂണിവേഴ്സ്, പ്ലീസ് ഫോർഗിവ് മീ യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ലവ് യു യൂണിവേഴ്സ്. ഇത് ഇത്രയും ചേരുന്നതാണ് ഓപ്പനോ എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സിന് ചൊല്ലുന്നതാണ്. ഡെയിലി 108 തവണ നിങ്ങൾക്കിത് ചാൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക, നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയ മാറ്റങ്ങൾ നിങ്ങൾ ധൈര്യപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറാവുക. അടുത്ത മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നത് സെലക്ഷനാണ്. നിങ്ങൾ സമചിത്തതയോടെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പെട്ടെന്നുള്ള വൈകാരികതയിൽ നിങ്ങൾ ചാടിക്കയറി തീരുമാനം എടുക്കാതെ ബുദ്ധിപരമായി ആലോചിച്ച ശേഷം മാത്രം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. കാരണം നിങ്ങൾ എടുത്തുചാടി നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ദോഷമായി തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരല്പം ആലോചിച്ച് അതിൻ്റെ വരും വരായകളെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് പ്രസൻസ് ഓഫ് മൈൻഡാണ്. നിങ്ങൾ ആത്മസംയമനം പാലിച്ച് നിങ്ങളുടെ അവബോധം, അതായത് ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾ മെൻ്റൽ പീസ് നിലനിർത്തുന്നതിനായി നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. പ്രാണായാമ, യോഗ എന്നിവയിലൂടെയൊക്കെ നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കാം. അങ്ങനെ എന്താണോ നിങ്ങളെ മനസ്സ് കാമാക്കി വെക്കുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടാം എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. മനസ്സിന് ബാലൻസും സ്ട്രെങ്ത്തും കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ചിന്തകളെല്ലാം നിങ്ങൾ കളയുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. എപ്പോഴും മനസ്സിനെ ഹാപ്പി ആയിട്ട് വയ്ക്കാനും അതുപോലെ മനസാന്നിധ്യം കൈവിടാതെ എപ്പോഴും നിങ്ങൾ നിലനിൽക്കാനും ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന കാർഡിലൂടെ നിങ്ങളോട് ഭഗവാൻ പറയുന്നത്. അടുത്തത് മേക്ക് ദ റൈറ്റ് ചോയ്സ് ആണ്. അപ്പോൾ ഇവിടെ സെലക്ഷനും മേക്ക് ദ റൈറ്റ് ചോയ്സും എല്ലാം ഒരു നിങ്ങളുടെ ചോയ്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഭഗവാൻ ഇവിടെ നിങ്ങൾ സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്.
നീതിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ നിങ്ങളുടേതായ ലക്ഷ്യബോധത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഏത് സാഹചര്യത്തിലൂടെ പോയിരുന്നാലും നിങ്ങൾ സത്യത്തിനെയും ധർമ്മത്തിനെയും കൈവിടാൻ പാടില്ല. അതിൽ അടിയുറച്ച് തന്നെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അപ്പോൾ കുറച്ച് നിങ്ങൾ ചിന്തിച്ചൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട സമയമായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇവിടെ 3 കാർഡിലും അങ്ങനെ തന്നെയാണ് ഇവിടെ കാണുന്നത്. സെലക്ഷന് നിങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് മൈൻഡ്, നിങ്ങൾ ബുദ്ധിപരമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് റൈറ്റ് ചോയ്സ് മാത്രം, സത്യത്തിനും ധർമ്മത്തിനും നിങ്ങൾ അടിയുറച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ളൊരു ടൈമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളത് നന്നായിട്ട് ഒന്ന് ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുക കേട്ടോ. ഭഗവാനിൽ കൂടുതൽ ഭഗവാന്റെ മന്ത്രങ്ങളും ഒക്കെ ഒന്ന് ചാൻറ്റ് ചെയ്യാനൊക്കെ സമയം കണ്ടെത്താൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തത് ഗീത ഡെക്കിന്നുള്ള കാർഡ് ദ ഹയസ്റ്റ് യോഗിയാണ്. ആരാണോ ഭഗവാനെ വിശ്വസിച്ച് സദാ ചിന്തിച്ച് ആരാധിച്ച് ഭക്തിമാർഗം പിന്തുടരുന്നത് അവർ ഭഗവാനിലോട്ട് വളരെ വേഗത്തിൽ തന്നെ അടുക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. അത്തരത്തിലുള്ളവർ മറ്റ് യോഗികളെക്കാൾ ശ്രേഷ്ഠരാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാനിലുള്ള നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് സഹായകമാക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ദ ഹയസ്റ്റ് യോഗി എന്ന് പറയുന്ന കാർഡിലൂടെ നിങ്ങളോട് പറയുന്നത്. അടുത്ത ലിബറേഷൻ ആണ്. നിങ്ങളുടെ ഡ്യൂട്ടീസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്യുക. ഭഗവാനോട് ചെയ്യുന്ന സമർപ്പണമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾ യാതൊരുവിധ സ്വാർത്ഥ ചിന്തതയും ഇല്ലാതെ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിസ്വാർത്ഥമായ സമർപ്പണ ബോധത്തോടു കൂടിയുള്ള നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളെ കർമ്മബന്ധനത്തിൽ നിന്നും നിങ്ങളെ മോചിതരാക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് ബിക്കം മൈ ഡിവോട്ടി ആണ്. ഇവിടെ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭഗവാനിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഈ അടുപ്പം ഭഗവാനുമായിട്ടുള്ള സ്പിരിച്വൽ യൂണിയന് സഹായകരമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ തന്നിരിക്കുന്ന നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ആലോചിച്ച് മാത്രം പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക. നെഗറ്റീവ് ഇമോഷൻസ് മൊത്തം കളയുക. സെലക്ഷൻ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് ആലോചിച്ച് മാത്രം തീരുമാനത്തിലെത്താൻ നോക്കുക. ഇത് ഇത്രയാണ് മെസ്സേജ്. ഒന്ന് സൂക്ഷിക്കുക കേട്ടോ ഇന്നത്തെ ദിവസം. ഓക്കെ, താങ്ക് യു.